ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് മണിക ടെക്സ്റ്റ് ബുക്കിൻ്റെ 6th ചാപ്റ്ററായ രാഷ്ട്രം സംരക്ഷമേവഹി എന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷനാണ്. നമുക്ക് നോക്കിയാലോ. അധോലിഖിതാനാം പ്രശ്നാനാം ഉത്തരാണി ഏകപദേന ലിഖത്. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായിട്ട് വൺ വേർഡിൽ ആൻസർ എഴുതുക. ദ്രൗപദ്യാഹ പുത്രാഹ കേന ഹതാഹ. ദ്രൗപദിയുടെ പുത്രന്മാർ ആരാലാണ് വധിക്കപ്പെട്ടത്, മരണപ്പെട്ടത്? ദ്രോണപുത്രേണ, ദ്രോണാചാര്യൻ്റെ പുത്രനാൽ, അതായത് അശ്വത്ഥാമനാൽ. വാരണാവതേ പാണ്ഡവാൻ കഹ് അരക്ഷത്. വാരണാവതിൽ പാണ്ഡവരെ ആരാണ് രക്ഷിച്ചത്? ഭീമഃ, ഭീമൻ. നകുലഃ കസ്യ സാരഥിഃ അഭവത്. നകുലൻ ആരുടെ സാരഥിയായിരുന്നു? ഭീമസ്യ, ഭീമൻ്റെ. ആപദ്ഗതേന അപി ബ്രഹ്മാസ്ത്രം കേഷു ന പ്രയോക്തവ്യം. ആപത്ഘട്ടത്തിൽ പോലും ബ്രഹ്മാസ്ത്രം ആരിലാണ് പ്രയോഗിക്കാൻ പാടില്ലാത്തത്? മാനവേഷു, അല്ലെങ്കിൽ മനുഷ്യേഷു, അതായത് മനുഷ്യരിൽ. അശ്വത്ഥാമ ശ്രീകൃഷ്ണം കിം അയാച്ചത്. അശ്വത്ഥാമ ശ്രീകൃഷ്ണനോട് എന്താണ് ചോദിച്ചത്? സുദർശന ചക്രം, അതായത് സുദർശന ചക്രം. ആകാശാത് കാഹ പതന്തി സ്മ. ആകാശത്ത് നിന്ന് എന്താണ് വീണിരുന്നത്? ഉൽക്കാഹ, അതായത് ഉൽക്കകൾ. കഹ ന ഭാസത്തെ സ്മ. ആരാണ് തിളങ്ങാതിരുന്നത്? സൂര്യഃ, സൂര്യൻ. അടുത്ത ചോദ്യം നോക്കാം. പൂർണ്ണവാക്യേന ഉത്തരം ലിഖ്യതാം. കംപ്ലീറ്റ് സെൻറ്റൻസിൽ ആൻസർ എഴുതുക. ദ്രോണാചാര്യഃ പ്രീതഃ ഭൂത്വാ കം ബ്രഹ്മാസ്ത്രം അശിക്ഷയത്. ദ്രോണാചാര്യൻ സന്തോഷത്തോടെ ആരെയാണ് ബ്രഹ്മാസ്ത്രം പഠിപ്പിച്ചത്? അതായത് ബ്രഹ്മാസ്ത്രം എന്ന അസ്ത്രം ഉപയോഗിക്കാൻ പഠിപ്പിച്ചത്. ദ്രോണാചാര്യഃ പ്രീതഃ ഭൂത്വാ അർജുനം ബ്രഹ്മാസ്ത്രം അശിക്ഷയത്. ദ്രോണാചാര്യൻ സ്നേഹത്തോടെ അർജുനനെയാണ് ബ്രഹ്മാസ്ത്രം പഠിപ്പിച്ചത്, അതായത് ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കാൻ പഠിപ്പിച്ചത്. അശ്വത്ഥാമ കേശാം വിനാശായ ബ്രഹ്മാസ്ത്രം മോചയതി. അശ്വത്ഥാമ ആരുടെ നാശത്തിനാണ് ബ്രഹ്മാസ്ത്രം മോചിപ്പിച്ചത്, അതായത് വിട്ടയച്ചത്, റിലീസ് ചെയ്തത്? അശ്വത്ഥാമ പാണ്ഡവാനാം വിനാശായ ബ്രഹ്മാസ്ത്രം മോചയതി. അശ്വത്ഥാമ പാണ്ഡവരുടെ നാശത്തിനായിട്ടാണ് ബ്രഹ്മാസ്ത്രം മോചിപ്പിച്ചത്. ഭീമസേനഃ നകുലേന സഹ കം അനുഗച്ഛതി. ഭീമൻ നകുലനോടൊപ്പം ആരെയാണ് പിന്തുടർന്നത്? ഭീമസേനഃ നകുലേന സഹ ദ്രോണപുത്രം അനുഗച്ഛതി. ഭീമൻ നകുലനോടൊപ്പം ദ്രോണപുത്രം, അതായത് അശ്വത്ഥാമയെയാണ് പിന്തുടർന്നത്. ദ്രോണപുത്രഃ ശ്രീകൃഷ്ണാത് കിം വാഞ്ചതി സ്മ. ദ്രോണപുത്രൻ ശ്രീകൃഷ്ണനോട് എന്താണ് ചോദിച്ചിരുന്നത്? ദ്രോണപുത്രഃ ശ്രീകൃഷ്ണാത് സുദർശന ചക്രം വാഞ്ചതി സ്മ. ദ്രോണപുത്രൻ ശ്രീകൃഷ്ണനിൽ നിന്ന് സുദർശന ചക്രമാണ് ചോദിച്ചത്. അസ്ത്രം സംഹരതം ഇതി കൗ വദതഃ. അസ്ത്രം തിരിച്ചെടുക്കൂ എന്ന് ആരൊക്കെയാണ് പറഞ്ഞിരുന്നത്? അസ്ത്രം സംഹരതം ഇതി വ്യാസനാരദൗ വദതഃ. അസ്ത്രം തിരിച്ചെടുക്കൂ എന്ന് വ്യാസനും നാരദനുമാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം നോക്കാം. ബ്രഹ്മാസ്ത്രസ്യ നിഷേധേന കേ സംരക്ഷാഃ സന്തി. ബ്രഹ്മാസ്ത്രത്തിൻ്റെ ഉപയോഗം ചെയ്യാതെ ഇരിക്കുന്നതിലൂടെ ആരൊക്കെയാണ് സംരക്ഷിക്കപ്പെടുക? അതായത് ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കാതിരിക്കുന്നതിലൂടെ ആരൊക്കെയാണ് സംരക്ഷിക്കപ്പെടുക? ബ്രഹ്മാസ്ത്രസ്യ നിഷേധേന അശ്വത്ഥാമ പാണ്ഡവാഃ രാഷ്ട്രം ച സംരക്ഷ്യാഃ സന്തി. ബ്രഹ്മാസ്ത്രത്തിൻ്റെ പ്രയോഗം ചെയ്യാതിരിക്കുന്നതിലൂടെ അശ്വത്ഥാമയും പാണ്ഡവരും അതേപോലെ രാഷ്ട്രവുമാണ് സംരക്ഷിക്കപ്പെടുക. അടുത്ത ചോദ്യം നോക്കാം. രേഖാങ്കിത പദാനി ആധൃത്യ പ്രശ്നനിർമ്മാണം കുരുത്ത്. അതായത് സെൻറ്റൻസിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വേണം ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ. ഓക്കെ,
നോക്കാം. പാപകർമ്മണ ദ്രൗണിന മേ പുത്രാഹ ഹതാഹ. പാപിയായ ദ്രൗണിന, അതായത് ദ്രോണാചാര്യൻ്റെ പുത്രനാൽ എൻ്റെ മക്കൾ മരണപ്പെട്ടു. മേ, എൻ്റെ. അപ്പോൾ ആരുടെ എന്നാണ് ചോദ്യം വരേണ്ടത്. അപ്പം എങ്ങനെ എഴുതും? പാപകർമ്മണ ദ്രൗണിന കസ്യാഹ പുത്രാഹ ഹതാഹ. പാപിയായ അശ്വത്ഥാമനാൽ, അതായത് ദ്രോണാചാര്യൻ്റെ പുത്രനാൽ ആരുടെ പുത്രന്മാരാണ് മരണപ്പെട്ടത്? അസ്മിൻ സംസാരേ കശ്ചിതപ്പി ത്വയാ സദൃശഃ നാസ്തി. ഈ ലോകത്ത് നിന്നെപ്പോലെ വേറെ ആരുമില്ല. അസ്മിൻ സംസാരേ, ഈ ലോകത്ത്. അപ്പോൾ എവിടെ എന്നാണ് വരേണ്ടത് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതും? കുത്ര കശ്ചിതപ്പി ത്വയാ സദൃശഃ നാസ്തി. എവിടെയാണ് നിന്നെപ്പോലെ വേറൊരാൾ ഇല്ലാത്തത്? അടുത്ത നോക്കാം. ന ജാനാതി ഭവാൻ ദ്രൗണൈഹി ചപലാം പ്രകൃതം. അറിയില്ല അങ്ങക്ക് അശ്വത്ഥാമയുടെ ചഞ്ചലമായ സ്വഭാവം. അപ്പം ദ്രൗണൈഹി എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ദ്രോണാചാര്യൻ്റെ പുത്രൻ്റെ. അപ്പം ആരുടെ എന്നാണ് ചോദ്യം വരേണ്ടത്. അപ്പം എങ്ങനെ എഴുതും? ന ജാനാതി ഭവാൻ കസ്യ ചപലാം പ്രകൃതം. അങ്ങക്ക് ആരുടെ ചഞ്ചല സ്വഭാവത്തെക്കുറിച്ചാണ് അറിയാത്തത്. ആചാര്യ പുത്രം സാവധാനം അക്രോത്. ആചാര്യൻ മകന് മുന്നറിയിപ്പ് നൽകി. ആരാണ് മകന് മുന്നറിയിപ്പ് നൽകിയത് എന്നാണ് ചോദ്യം വരേണ്ടത്. അപ്പം എങ്ങനെ എഴുതും? കഹ പുത്രം സാവധാനം അക്രോത്. പ്രചണ്ഡജ്വാല അഗ്നി പരിതഃ പ്രസരതി. ആളിക്കത്തുന്ന തീ 4 വശത്തും പടരുന്നു. എങ്ങനത്തെ അഗ്നിയാണ് 4 വശത്തും പടരുന്നത് എന്നാണ് ചോദ്യം വരേണ്ടത്. അപ്പം എങ്ങനെ എഴുതും? കീദൃശഃ അഗ്നി പരിതഃ പ്രസരതി. ഗഗനാത് സഹർഷഃ ഉൽക്കാഹ ഭൂമൗ പതന്തി. ആകാശത്ത് നിന്ന് ആയിരക്കണക്കിന് ഉൽക്കകൾ ഭൂമിയിലേക്ക് വീഴുകയാണ്. ഉൽക്കാഹ, ഉൽക്കകൾ. അപ്പം എങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക? ഗഗനാത് സഹർഷഃ കാഹ ഭൂമൗ പതന്തി. ആകാശത്ത് നിന്ന് ആയിരക്കണക്കിന് എന്താണ് ഭൂമിയിലേക്ക് പതിക്കുന്നത്, ഭൂമിയിലേക്ക് വീഴുന്നത്? അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിത പ്രശ്നാൻ യഥാനിർദ്ദേശം ഉത്തരത്ത്. അതായത് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെയാണോ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് ഉത്തരം എഴുതുക. ഓക്കെ. യുധിഷ്ഠിരഃ ഭീമഃ ദ്രൗപദീ ച രണഭൂമൗ പ്രവിശന്തി. അസ്മിൻ വാക്യേ ക്രിയാപദം കിം. ഈ സെൻറ്റൻസിൽ ക്രിയാപദം ഏതാണ്? പ്രവിശന്തി. വീരജനനി ത്വം ശോചിതും ന അർഹസി. അത്ര കിം കർത്തൃപദമസ്തി. ഇവിടെ കർത്തൃപദം എന്താണ്? ത്വം. ആചാര്യേണ കീദൃശഃ അനർത്ഥഃ കൃതഃ. അസ്മിൻ വാക്യേ കിം വിശേഷ്യപദം പ്രയുക്തം. ഈ സെൻറ്റൻസിൽ എന്ത് വിശേഷപദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? ഏതാണ് ആ വിശേഷപദം? അതെ, അനർത്ഥഃ. ഗഗനാത് സഹർഷഃ ഉൽക്കാഹ ഭൂമൗ പതന്തി. അസ്മിൻ വാക്യേ ധരായാം ഇത്യർത്ഥേ കിം പദം പ്രയുക്തം. ഈ സെൻറ്റൻസിൽ ധരായാം എന്ന അർത്ഥം വരുന്ന ഏത് പദമാണ്, ഏത് വേർഡാണ് പ്രയോഗിച്ചിരിക്കുന്നത്? ഭൂമൗ. സകലം ജഗത് ധ്വസ്തം ഭവിഷ്യതി. അസ്മിൻ വാക്യേ വിശേഷണപദം കിം. ഈ സെൻറ്റൻസിൽ വിശേഷണപദം എന്താണ്? ഏതാത്? സകലം. അസ്ത്രശിക്ഷാ പ്രദാനാത് പൂർവം ആചാര്യഃ പുത്രം സാവധാനം അകരോത്. അത്ര പശ്ചാത് ഇതി പദസ്യ കിം വിലോമപദം പ്രയുക്തം. ഇവിടെ പശ്ചാത് എന്ന പദത്തിന് എന്ത് വിലോമപദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? പൂർവം. അടുത്ത ചോദ്യം നോക്കാം. വിശേഷണാനാം വിശേഷൈഹി സഹമേലനം ക്രിയതാം. വിശേഷണപദം കൊടുത്തിട്ടുണ്ട്, വിശേഷ്യപദം കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ളത് ഏതാണോ അത് മാച്ച് ചെയ്ത് എഴുതണം. ഓക്കെ, ഇത് മാച്ച് ചെയ്യണം. സവ്യേന പാണിന പാപകർമ്മണ ദ്രൗണിന ദേവദാനവപൂജിതം ചക്രം സകലാ മഹീ സഹസ്രശഃ
ഉൽക്കാഹ വിഷമേ സമയേ. അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിതേഷു പദേഷു യത് പദം അർത്ഥദൃഷ്ട്യാ ഭിന്നം തം രേഖാങ്കിതം കുരുത്. അതായത് ഇവിടെ ചെയ്യേണ്ടത്, താഴെ ചില വേർഡ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം ഭിന്നമായി വരുന്ന ഏതാണോ അത് കണ്ടെത്തി എഴുതുക. അതായത് ഓഡ് വൺ ഔട്ട് എന്താണോ അത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് മാർക്ക് ചെയ്യുക. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. പർജന്യഃ പയോധഃ വാരിധരഃ പയോധിഃ. ഏതാണ് ഓഡ് വൺ ഔട്ടായിട്ട് വന്നിരിക്കുന്നത്? പയോധിഃ. അടുത്ത നോക്കാം. സഹസ്രാശുഃ ഹിമാംശുഃ ദിനകരഃ ഭാനുഃ. ബാക്കി എല്ലാം തന്നെ സൂര്യൻ്റെ പര്യായ പദമാണ്. ഹിമാംശുഃ എന്നത് അർത്ഥം ചന്ദ്രൻ എന്നാണ്. ഓക്കെ. വൃക്ഷാഃ ദ്രുമാഃ മഹീധരാഃ മഹിരുഹാഃ. ബാക്കി എല്ലാം തന്നെ മരത്തിൻ്റെ പര്യായ പദമാണ്. മഹീധരാഃ എന്നാൽ പർവ്വതം എന്നാണ്. പവനഃ അനിലഃ അനലഃ വായുഃ. ബാക്കി എല്ലാം തന്നെ കാറ്റിൻ്റെ പര്യായ പദമാണ്. അനലഃ എന്നാൽ അഗ്നി എന്നാണ്. ശൈലാഃ ഭൂധരാഃ ഖേചരാഃ പർവ്വതാഃ. ബാക്കി എല്ലാം തന്നെ പർവ്വതത്തിൻ്റെ പര്യായ പദമാണ്. ഖേചരാഃ എന്നാൽ പക്ഷികൾ എന്നാണ്. നരഃ മനുഷ്യഃ പന്നഗഃ മാനവഃ. ബാക്കി എല്ലാം തന്നെ മനുഷ്യൻ എന്ന വേർഡിൻ്റെ പര്യായ പദമാണ്. പന്നഗഃ എന്നാൽ പാമ്പ് എന്നാണ്. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. ശ്ലോകമാശ്രിത്യ സമുചിതക്രമേണ അന്വയം പൂരയത്. ഇവിടെ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ശ്ലോകങ്ങളുടെ അന്വയമാണ്. അപ്പം ഈ ബ്ലാങ്ക്സ് കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റായിട്ടുള്ള അന്വയം ഏതാണോ വരേണ്ടത് അത് എടുത്തെഴുതണം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അർത്ഥമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ വീഡിയോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ ആഡ് ചെയ്തേക്കാം. അതൊന്ന് പോയി കാണാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം. താത് പരം ആപദ്ഗതേനപി ത്വയാ രണേ ഇദമസ്ത്രം വിശേഷതഃ മാനുഷേഷു ന ഏവ പ്രയോക്തവ്യം. നാനാശാസ്ത്രവിദഃ യേ അപി പൂർവേ മഹാരഥാഃ അതീതാഃ തൈഃ ഏതദ് അസ്ത്രം മനുഷ്യേഷു ന കഥഞ്ചന പ്രയുക്തം. പാണ്ഡവാഃ ത്വം ച രാഷ്ട്രം ച സദാ സംരക്ഷമേവ ഹി മഹാഭുജ തസ്മാത് ത്വം ഏതദ് ദിവ്യം അസ്ത്രം സംഹര. അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിതാനി വാക്യാനി ഘടനാക്രമാനുസാരം പുനഃ ലിഖത്. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് എങ്ങനെയാണോ ആ ഇൻസിഡൻറ്റ് നടന്നത് അതിൻ്റെ ക്രമമനുസരിച്ച് ഒന്നുകൂടി എടുത്ത് എഴുതുക. ഓക്കെ, ആദ്യം എന്താ സംഭവിച്ചേ? ദ്രൗണിന ദ്രൗപദ്യാഃ ഭ്രാതരഃ പുത്രാഃ ച ഹതാഃ. ദ്രൗണിന അതായത് ദ്രോണാചാര്യൻ്റെ പുത്രൻ മകൻ ദ്രൗപദിയുടെ സഹോദരങ്ങളെയും മക്കളെയും കൊല്ലുന്നു. പിന്നെയോ ദ്രൗപദി ദ്രൗണപുത്രം ദണ്ഡയിതും കഥയതി. ദ്രൗപദി ദ്രോണാചാര്യൻ്റെ പുത്രനെ ശിക്ഷിക്കാനായിട്ട് പറയുന്നു. യുധിഷ്ഠിരഃ ഭീമം നകുലേന സഹ ദ്രൗണം അനുഗന്തും കഥയതി. യുധിഷ്ഠിരൻ ഭീമനോട് നകുലനോടൊപ്പം അശ്വത്ഥാമയെ പിന്തുടരാനായിട്ട് പറയുന്നു. അതായത് അശ്വത്ഥാമയുടെ പിറകെ പോകാനായിട്ട് പറയുന്നു. ശ്രീകൃഷ്ണഃ യുധിഷ്ഠിരാർജുനാഭ്യാം സഹ യുദ്ധക്ഷേത്രം ഗച്ഛതി. ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനും അർജുനനോടൊപ്പം യുദ്ധക്ഷേത്രത്തിലേക്ക് പോകുന്നു. അവരെ വരുന്നത് കണ്ട് ഇതം ദൃഷ്ട്വാ അശ്വത്ഥാമ ബ്രഹ്മാസ്ത്രം മുഞ്ചതി. ഇത് കണ്ട്, അതായത് അവർ വരുന്നത് കണ്ട് അശ്വത്ഥാമ ബ്രഹ്മാസ്ത്രത്തെ മോചിപ്പിക്കുന്നു. ഈ സെൻറ്റൻസ് തന്നെ റെപ്പിറ്റേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് ആ ഒരു സീക്വൻസ് അനുസരിച്ച് പോയാൽ മതി. ഓക്കെ, ആ ഒരു ഓർഡർ അനുസരിച്ച് അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ വരേണ്ടത് ഒന്നിൽ അർജുനനും ബ്രഹ്മാസ്ത്രത്തെ മോചിപ്പിച്ചു എന്നായിരിക്കണം, അല്ലെങ്കിൽ അർജുനൻ അസ്ത്രം കൊണ്ട് നേരിട്ടു എന്നാകാം, അങ്ങനെ എന്തുമാകാം. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടും
ഒരേ സെൻറ്റൻസ് 2 വട്ടം വന്നുകൊണ്ട് തന്നെ ആ ഒരു ഓർഡറിൽ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ. ഏതം അനർത്ഥം ദൃഷ്ട്വ, ഈ അനർത്ഥം കണ്ട് നാരദവ്യാസോ തത്രാഗച്ഛതഃ, അതായത് നാരദനും വ്യാസനും അവിടേക്ക് വന്നു. പിന്നെയോ തൗ വിശ്വസ്യ സംരക്ഷണാർത്ഥം, അവർ ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ദിവ്യമസ്ത്രം സംഹർത്തും കഥയതഃ, ദിവ്യാസ്ത്രം തിരിച്ചെടുക്കാനായിട്ട് പറയുന്നു, അതായത് ദിവ്യാസ്ത്രം തടയാനായിട്ട് പറയുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. രേഖാങ്കിത പദേഷു പ്രസംഗാനുസാരം ഉചിതം അർത്ഥചയനം കുരുത്ത്, അതായത് ഈ സെൻറ്റൻസിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡിൻ്റെ കറക്റ്റായിട്ടുള്ള അർത്ഥം ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഓക്കെ. കിം ഇതം ഘോരം ആപതിതം, ഘോരം അതിൻ്റെ എന്താണ് അർത്ഥം വരിക കറക്റ്റായിട്ട്? ഭയങ്കരം. സമീചീനം നാകൃതം ഭവത, സമീചീനം അപ്പോൾ എന്താണ് കറക്റ്റായിട്ട് വരുന്നത്? ഉചിതം. പവനഃ സ്തബ്ധഃ ജാതഃ, സ്തബ്ധഃ കറക്റ്റായിട്ട് ഏതാ വരുന്നത്? സ്ഥഗിതഃ. സകലം ജഗത് ധ്വസ്തം ഭവിഷ്യതി, സകലം അർത്ഥാണ് സമസ്തം. ദ്വാദശ സമാഹ പർജന്യഃ തത് രാഷ്ട്രം നാഭിവർഷതി, സമാഹ എന്നാൽ എന്താണ് അർത്ഥം? വർഷാണി. പർജന്യഃ ദ്വാദശ സമാഹ തത് രാഷ്ട്രം നാഭിവർഷതി. പർജന്യഃ എന്നാൽ മേഘഃ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സൈഡിലൊരു ബെല്ലൈക്കണുണ്ട്, അതും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു.